മെയ് മാസത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സമാധാനപരമായി പരിഹരിച്ചതിന്റെ ക്രെഡിറ്റ് ലഭിച്ചില്ലെന്ന ട്രംപിന്റെ പരിഭവം തുടരുമ്പോൾ പുതിയ അവകാശവാദവുമായി ചൈന. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുവാൻ ഇടപെട്ടെന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ അവകാശവാദം. ബെയ്ജിംഗിൽ ചൈനയുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് വാങ് യി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ലഘൂകരിക്കുവാൻ തങ്ങൾ ഇടപെട്ടതായി പറഞ്ഞത്. മെയ് 7 മുതൽ 10 വരെ തീയതികളിലുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിൽ പുറത്തുനിന്നുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളിലൂടെയാണ് വെടിനിർത്തലിലേക്ക് എത്തിയതെന്ന നിലപാടാണ് ഇന്ത്യ ഇപ്പോഴും സ്വീകരിക്കുന്നത്. വെടിനിർത്തലിനായി പാകിസ്ഥാൻ നേരിട്ട് വിളിച്ചുവെന്നാണ് പാർലമെന്റ് അടക്കം കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങളിൽ കൂടുതലും ചൈനീസ് നിർമ്മിതികളായിരുന്നു. എന്നാൽ ഇവ ഫലപ്രദമായി തടയാനും നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ പ്രതിരോധിക്കാനും ഇന്ത്യക്കായി. ഇന്ത്യ പാക് സംഘർഷം, മ്യാൻമറിലെ ആഭ്യന്തര കലാപം, ഇറാൻ ആണവ വിഷയം, പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം, കംബോഡിയ തായ്ലൻഡ് സംഘർഷം ഇവയെല്ലാം തങ്ങളാണ് മധ്യസ്ഥത വഹിച്ചതെന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ അവകാശവാദം. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചെന്ന വാദം കഴിഞ്ഞ ദിവസവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചിരുന്നു. ഇന്ത്യ പാക് യുദ്ധം ഉൾപ്പെടെ 8 യുദ്ധങ്ങൾ താൻ ഇടപെട്ട് അവസാനിപ്പിച്ചുവെന്നും എന്നാൽ അതിന്റെ ക്രെഡിറ്റ് ഒന്നും കിട്ടിയില്ലെന്നുമാണ് ട്രംപിന്റെ പരാതി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു ട്രംപിന്റെ ഈ പരിഭവം പറച്ചിൽ. ഇന്ത്യ പാക് വെടിനിർത്തലിന് താൻ ഇടപെട്ടെന്ന വാദം പലപ്പോഴായി 70 തവണയിലേറെ ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട്.